ചോക്ലേറ്റ് ബോയ് ബിക്കോസ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അല്ലേ ഗായ്സ് എന്തൊരു ഒച്ചയില്ലാത്തത് എനിക്ക് തന്നെ മറന്നു പോകുന്നേ ആ ചോക്ലേറ്റ് ബോയ് ആയിരുന്നു. ചോക്ലേറ്റ് കഴിക്കാറുണ്ട് സർ നിറയെ. അപ്പൊ സാറിന് വേണ്ടി ഒരു സർപ്രൈസ്. ആര്യനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ആദ്യം വരുന്ന മൂവി രാജാറാണിയാണ്. അതുപോലെ തന്നെയാണ് എനിക്കും. പിന്നെ പാട്ട് പറയുകയാണെങ്കിൽ പൂക്കൾ പൂക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എപ്പോഴും കേട്ടോണ്ടിരിക്കേണ്ട പ്ലേലിസ്റ്റിലുള്ള പാട്ടാണ്. ആര്യയുടെ മദ്രാസപട്ടണം മൂവി കണ്ടിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലൊരു ഫേമസ് പാട്ടുണ്ട്, പൂക്കൾ പൂക്കും തരുണം. അത് നല്ലതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. ഗ്രേറ്റ് ഫാദറിലെ പോലീസിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ പുള്ളിയുടെ ഫിസിക്കും പിന്നെ പുള്ളിയുടെ ലുക്സ് ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് മദ്രാസപട്ടണം, ടെഡി, അങ്ങനെ കുറെ സിനിമകളുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളത് വേട്ടയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് രാജാറാണിയാണ്. ആക്ച്വലി ഹാസ് പെർഫോം റിയലി വെൽ ഇൻ ദാറ്റ്. നല്ലൊരു ഇമ്പാക്ട് ഉള്ള ഒരു മൂവിയും കൂടി ആയിരുന്നു. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് മൂവിയും കൂടിയാണ് രാജാറാണി. ദ വേ ഹി ഹാസ് ആക്ടഡ് ആൻഡ് ഓൾ. ഇപ്പൊ പുള്ളിയുടെ പടങ്ങളായിട്ട് മെയിൻ ആയിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ മറ്റേ രാജാറാണിയെ കണ്ടിട്ടുണ്ട്, സർപ്പേട്ട പരമ്പര കണ്ടിട്ടുണ്ട്. നല്ല ടാലന്റ് ഉള്ള ആക്ടറാണ്. ആദ്യമായിട്ട് കാണുന്ന സിനിമ രാജാറാണിയാണ്. ഇഷ്ടപ്പെട്ടു. നല്ല അഭിനയമായിരുന്നു. മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദറിലൊക്കെ ഉണ്ടല്ലോ, നല്ല ജിംനാസ്റ്റിക് ബോഡിയൊക്കെ ഉണ്ട്. അടിപൊളിയാ, അടിപൊളിയാ. അതെന്താ സർ ജിംനാസ്റ്റിക് ബോഡി? അവൻ ജിംനാസ്റ്റിക്സ് ആയിരിക്കും. സർ ജിംനാസ്റ്റിക് ചെയ്യാറുണ്ടോ സർ? എന്നാലും എങ്ങനെയുണ്ട്? ഹൗ ഡിഡ് യു ഫീൽ? Yeah, really good. They have so much love. അല്ലേ? രാജാ റാണി ഇതൊക്കെയാണ് അവർ കൂടുതൽ സാറിനെ കുറിച്ച്. സാറിന് കേരളത്തിൽ വരുമ്പോൾ ഉള്ള ഫീൽ എന്താണ് സർ? No, I really, because ഞാനൊരു മലയാളിയല്ലേ, so ഞാൻ ഒന്നും പറയുന്നില്ല. ഫസ്റ്റ് ടൈം by birth. So I come to Kerala, my home. ഇപ്പോൾ ചെന്നൈയിൽ പഠിച്ച എങ്കിലും for vacations I come to Kerala, so my hometown is there. So അങ്ങനെ കുറേ കാലം I was coming to Kerala. അന്ന് എന്തൊക്കെയാണ് സർ ഇവിടെ വന്നപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത്? ചെന്നൈയിൽ വീട്ടില് ഉമ്മ കുക്ക് ചെയ്യുന്ന ഫുഡ് സെയിം ഹോം, എന്തൊക്കെയായിരുന്നു? സെയിം കേരള ഫുഡ്, ബിരിയാണി, പത്തിരി, എവറിത്തിങ്. Yeah, very പത്തിരി person. ആണോ? യു ആർ എ പത്തിരി ബോയ്. I like തേങ്ങാപ്പാൽ with പത്തിരി. യു ആർ എ വെരി ഭയങ്കര പത്തിരി ബോയ് സർ. Yeah. I don't like the plain. കളങ്കമില്ല പത്തിരി ബോയ്. Yes. Yeah. അപ്പൊ ചോക്ലേറ്റ് ബോയ് എന്ന് വിളിക്കരുത്, പത്തിരി ബോയ് with തേങ്ങാപ്പാൽ. സർ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ സർ, ഇതൊരു ഭയങ്കര ക്വസ്റ്റ്യൻ ആണ്. സാർ ഞെട്ടിപ്പോവും. ഞാനിത്